മുൻ എം പിയും മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണയെ ബംഗളൂരുവിൽ നിയമസഭാംഗങ്ങൾക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്കും എതിരായ കേസുകൾ വിചാരണ ചെയ്യുന്ന കോടതി ജീവപര്യന്ത കഠിന തടവിന് ശിക്ഷിച്ചു. പ്രജ്വൽ രേവണ്ണ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെ എന്തെങ്കിലും തെറ്റായ നയപരിപാടികൾക്കെതിരായിട്ട് സമരത്തിൽ പങ്കെടുത്ത് താലൂക്ക് ഓഫീസ് പിക്കറ്റ് ചെയ്തതിനോ KSRTC ബസ്സിൻ്റെ ചില്ല് എറിഞ്ഞ് പൊട്ടിച്ചതിനോ അല്ല. പുള്ളിയുടെ പേരുണ്ടത് ചാർജ് കുറച്ച് ഗൗരവമുള്ളതാണ്. അതിന് തെളിവുകളും ധാരാളമായിട്ടുമുണ്ട്. ഈ 35കാരനായ പ്രജ്വൽ രേവണ്ണ 47 വയസ്സുള്ള ഒരു വീട്ടുവേലക്കാരിയെ വളരെ പൈശാചികമായ രീതിയിൽ മാനഭംഗപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കമുണ്ട്. അതുപോലെ നിരവധി സ്ത്രീകൾക്കെതിരായിട്ട് ഇദ്ദേഹം നടത്തിയ പൈശാചികമായ കൃത്യങ്ങളുടെ ഫോട്ടോകളും ആ വീഡിയോ തെളിവുകളും ഒക്കെ അദ്ദേഹം തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത കുറവ് കൊണ്ട് വേറെ ആരും എടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ ലീക്ക് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും അദ്ദേഹത്തിൻ്റെ അച്ഛനും ചെറിയച്ഛനും മറ്റേ രാഷ്ട്രീയത്തിലുള്ള എല്ലാ ബന്ധുക്കൾക്ക് തീർത്താൽ തീരാത്ത അവമാനം ഉണ്ടാക്കി വയ്ക്കുകയും 2024 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം തന്നെ പരാജയപ്പെടുന്നതിന് ഉള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അന്ന് ജർമ്മനിയിലായിരുന്ന പ്രജ്വൽ രേവണ്ണ തിരിച്ചു വന്നപ്പോൾ വിമാനത്താവളത്തിൽ നിന്നാണ് പുള്ളി അറസ്റ്റ് ചെയ്തത്. കുറേ കാലം ജയിലിൽ കഴിഞ്ഞു. ഇപ്പോൾ ഈ വിധി വന്നപ്പോൾ പ്രജ്വൽ രേവണ്ണ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം എന്ന ആ ഗാനം പശ്ചാത്തലത്തിൽ മുഴങ്ങുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ നിന്ന് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി. കോടതി അടുത്ത ദിവസം ജീവപര്യന്ത കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇത് ആദ്യത്തെ കേസ് മാത്രമാണ്. ഇനി ഇതുപോലുള്ള കേസുകൾ വീണ്ടും വീണ്ടും വരാൻ ധാരാളമുണ്ട്. അതിലെല്ലാത്തിനും വിചാരണ കഴിയുമ്പോൾ ഏറെക്കുറെ ഇതേപോലുള്ള വിധികൾ തന്നെ ആയിരിക്കും ആവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്രജ്വൽ രേവണ്ണ ഇനി അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണുകയില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ജയിലിൻ്റെ ഭിത്തി ആരെങ്കിലും ബോംബ് വെച്ച് തകർക്കുകയോ അതുമല്ലെങ്കിൽ നമ്മുടെ ഗോവിന്ദചാമിയെ പോലെ ഇദ്ദേഹം ആ ജയിലിൻ്റെ മതിൽ ചാടി പോകാൻ ഉദ്യമിക്കുകയോ ചെയ്യേണ്ടി വരും. അമേരിക്കയിലൊക്കെ ഒരു നിയമമുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റിന് എത്ര കഠിനമായ കുറ്റം ചെയ്ത ആളുകളെയും മാപ്പ് കൊടുത്ത് മോചിപ്പിക്കാനൊരു വ്യവസ്ഥയുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അവസാനം രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കുക. എന്നാൽ പോലും രാഷ്ട്രപതിക്ക് പോലും ചില പരിധികളുണ്ട്. ഇവിടെ അതുപോലും കിട്ടാതെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മകൻ ജയിലിൽ കഴിയുന്നു എന്ന് പറയുന്നത് എത്ര ഭയങ്കരമാണെന്ന് ആലോചിച്ചു. അതും വന്യവയോധികനായ ദേവഗൗഡ. അദ്ദേഹം 96-97 കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലായി. അങ്ങനെ ജീവിത സായന്ത്രത്തിലല്ല, ജീവിതം ഇപ്പോൾ ഏതാണ്ട് ഇരുട്ടടച്ചു പോയ ദേവഗൗഡ. അദ്ദേഹം ഇത് കാണണം. മകൻ്റെ മകൻ ഈ ചെറുപ്രായത്തിൽ പാർലമെൻറ്റ് അംഗമായിരുന്ന ആളാണ്. വീണ്ടും പാർലമെൻറ്റൊക്കെ മത്സരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാവും. ജീവിതകാലം മുഴുവനും കന്നഡിഗരെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ്. കർണാടകത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. അതിന് മുമ്പ് വെറും മന്ത്രിയായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയായിരുന്നു. രാജ്യത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആ ഒരു നേതാവാണ് ദേവഗൗഡ. അതേ ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്. നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിൻ്റെയും ജോസ് തെറ്റലിൻ്റെയൊക്കെ നേതാവാണ് ദേവഗൗഡ. അങ്ങനെ മാന്യന്മാരായ നേതാക്കന്മാർ കേരളത്തിൽ പോലുള്ള ഒരാളാണ് ദേവഗൗഡ. അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഈ ചെറുപ്പക്കാരനെ ശിക്ഷിക്കുന്നു എന്ന വാർത്ത കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ശിക്ഷാവിധി കേൾക്കാനായിട്ട് ദേവഗൗഡയുടെ കുടുംബത്തിൽ നിന്ന് ആരും വന്നിരുന്നില്ല. ദേവഗൗഡയ്ക്ക് പിന്നെ പ്രായമായിരിക്കും. കുമാരസ്വാമി ആകട്ടെ വേറെ ഏതെങ്കിലും നേതാക്കന്മാരാകട്ടെ കുടുംബാംഗങ്ങളാവട്ടെ ഒരാളും ഈ പ്രജ്വലിനെ ശിക്ഷ വിധിക്കുന്നത് കേൾക്കാനായിട്ട് വന്നിരുന്നില്ല. അങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകപ്പെട്ടു. പക്ഷേ എന്താണ് ഈ മാതിരി കേസുകളിലൊക്കെ കോടതി ഇടപെടാൻ ഇപ്പോൾ വളരെ വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും താല്പര്യം കാണിക്കത്തില്ല. സ്ത്രീപീഡന കേസുകൾക്കൊക്കെ കഠിന ശിക്ഷയാണ് കോടതി വിധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രജ്വൽ രേവണ്ണയുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം വളരെ ഉജ്ജ്വലമായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇതിൽ അപകടം പറ്റിയെന്ന് വെച്ചാൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ളതല്ല, അതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോയും എടുത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഇനി എടുത്ത് സൂക്ഷിക്കാനും കുഴപ്പമില്ല. അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് തീരെ വിശ്വാസയോഗ്യരല്ലാത്ത ആളുകളെയാണ്. ഇതിൽ ഇരകളായ സ്ത്രീകളാരും പരാതി കൊടുത്തിരുന്നില്ല. പിന്നീട് സിദ്ധരാമയ്യയുടെ പോലീസ് ഈ ഇരകളെ കണ്ടുപിടിച്ച് അവരുടെ പരാതി എഴുതി വാങ്ങിച്ച് പോലീസിനെ കൂടി കേസെടുപ്പിച്ച് വിചാരണ ചെയ്യിച്ച് ഇദ്ദേഹത്തെ ശിക്ഷിച്ചാണ്.
അതിപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുകയില്ല. ഉത്തരവാദിത്തമുള്ളൊരു ഭരണാധികാരി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ വിരോധമുള്ള ആളുടെ മകനാവും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പറ്റിയത് ഈ സാധനങ്ങളൊക്കെ ഇദ്ദേഹം സൂക്ഷിക്കാനായിട്ട് ഒന്നുകിൽ സ്വന്തമായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കണം. അതല്ലാതെ വിശ്വാസയോഗ്യരല്ലാത്ത ആളുകളുടെ കയ്യിൽ കൊടുത്താൽ ഇതുപോലുള്ള അപകടങ്ങൾ പറ്റും. നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്ക് പണ്ട് പറ്റിയത് ഇതാണ്. കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ച സ്ത്രീകളുടെയൊക്കെ അടുത്തുനിന്ന് പോലീസിൽ കേസുമായിട്ട് മുന്നോട്ട് പോയില്ല, ഇത്ര രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞ് റെസീറ്റൊക്കെ വാങ്ങിച്ചാണ്. പക്ഷേ ആ റെസീറ്റ് പുള്ളി സ്വന്തമായിട്ട് സൂക്ഷിക്കുന്നതിന് പകരം പുള്ളിയുടെ ബന്ധുവായ മറ്റൊരാളെ ഏൽപ്പിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഈ ബന്ധു ശത്രുവായിട്ട് മാറുകയും ഇതൊക്കെ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരികയും ആ കുഞ്ഞാപ്പയ്ക്ക് സാമാന്യമായ മാനഹാനിയും മനോവേദനയും രണ്ടാമതും ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന ചിരിവായ കാര്യങ്ങളിൽ നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല. പരമാവധി ഫോട്ടോ എടുത്ത് വെക്കാതെ അല്ലെങ്കിൽ വീഡിയോ എടുക്കാതെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇനി അഥവാ വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ അത് അവർക്ക് അവനവന് മാത്രം അറിയാവുന്ന ഏതെങ്കിലും സ്ഥലത്ത് സൂക്ഷിച്ചു. ഇനി അങ്ങനെ ഒരു സ്ഥലമില്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ കയ്യിൽ കൊടുക്കണം. ഭാര്യമാരാകുമ്പോൾ പിന്നെ ഇത് വേറെ പുറത്താരോടും പറയുകയില്ല. അതാണ് ആകെ ചെയ്യാവുന്നൊരു കാര്യം. പക്ഷേ പ്രജ്വൽ രേവണ്ണയ്ക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. കാര്യം പ്രധാനമന്ത്രി ആയിരുന്ന ആളുടെ മകൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുണ്ട്? ഈ ചെറുപ്പക്കാരാകുമ്പോൾ ഇങ്ങനെ പല അബദ്ധങ്ങളും പറ്റും. ഞാൻ പറഞ്ഞ് പീഡിപ്പിച്ചല്ല, അത് വിശ്വാസയോഗ്യരല്ലാത്ത ആളുകളുടെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരബദ്ധം പറ്റിയതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ ഇദ്ദേഹം അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അനുഭവിച്ച് തുടങ്ങുന്നത്. ഇനി എത്ര കേസ് ഇതുപോലെ പുറകെ വരും, എത്ര എണ്ണത്തിൽ പുള്ളിയെ ശിക്ഷിക്കും, എത്ര കൊല്ലം കഴിഞ്ഞാൽ പുള്ളി മോചിതനാവും എന്ന് പറയാൻ ഞാനാളല്ല. ഏതായാലും ഈ ജീവിത സായന്ത്രത്തിൽ ഇതുപോലൊരു അപമാനവും മനോവേദനയും സഹിക്കേണ്ട വന്ന നമ്മുടെ ദേവഗൗഡയുടെയും കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെയും, പ്രത്യേകിച്ച് മാത്യു ടി തോമസിനെ പോലെ, കൃഷ്ണൻകുട്ടിയെ പോലെ, ആ ജോസ് തെറ്റലിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.